ശ്രീ എൻ ശ്രീകുമാർ. ഇപ്പം ശ്രീ എ സജീവൻ അടക്കം ചോദിച്ചൊരു കാര്യമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ പോട്ടെ, നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. നടപ്പിലാക്കിയില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിന് വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താണ്? പണം കിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതിപ്പോൾ 2022 മുതൽ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ നിർബന്ധ ബുദ്ധി കാണിക്കുന്നുണ്ട്. 2022 മുതൽ ഇങ്ങോട്ട് നമ്മളത് നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോയിട്ടില്ല. നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചല്ലോ, ശരിയാണ്, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് നിലപാടല്ലേ വലുത്. അപ്പോൾ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചില്ലെങ്കിൽ എന്തു ചെയ്തു കളയും കേന്ദ്രം നമ്മളെ? നോക്കൂ ശ്രീമതി മാധു, ഇതൊരു അക്കാഡമിക് വിഷയമാണ്. അപ്പോൾ CPM-ൻ്റെ പ്രതിനിധി ഒരു അക്കാഡമിക്കായിട്ട് ഇതിനെ കാണുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം ഈ ബ്രാഞ്ച് യോഗത്തിൽ പോലും ഇപ്പോൾ പ്രവർത്തകർ വിശ്വസിക്കാൻ പറ്റാത്ത അർത്ഥസത്യങ്ങളൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് PM ശ്രീ പദ്ധതി ഒപ്പിട്ട ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ നയിച്ച മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി പറയാണ് ഇത് നിന്ന് പിന്മാറാൻ പറ്റില്ല, അത് ഇവർക്ക് യാതൊരു ഉത്തരവുമില്ല, അവർ ഇത് കേട്ട ഭാഗം നടിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നയപരമായി തെരഞ്ഞെടുപ്പ് കാലത്ത് എതിർത്തൊരു സംഗതി ഭരണത്തിലെത്തിയപ്പോൾ ഭരണപരമായി നടപ്പാക്കേണ്ട ഒരു ബാധ്യത വരുമ്പോൾ അക്കാര്യത്തിൽ UDF-ൽ ഒരു പച്ചക്കൊടി കാണിക്കുന്നു. അതിനുശേഷം ചേരുന്ന വിപുലീകൃത UDF യോഗവും മന്ത്രിസഭാ യോഗവും കഴിഞ്ഞ് മുൻ മുഖ്യമന്ത്രിയെ പോലെ അല്ലല്ലോ, എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച വാർത്താലേഖകരെ കാണുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരും. വരുത്താതെ മുന്നോട്ട് പോകാൻ VD സതീശൻ മന്ത്രിസഭയ്ക്ക് കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് തോന്നുമ്പോൾ ശരിയാണ്, നിങ്ങൾ മലക്കം മറിഞ്ഞില്ലേ എന്ന് തോന്നും, ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ പറയുമ്പോൾ നേരത്തെ ശ്രീ MV ഗോവിന്ദൻ മാഷ് വളരെ അക്കാഡമിക്കായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളം ഭരിക്കുന്നത് മുന്നണി മന്ത്രിസഭയാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനങ്ങളും അവരുടെ നയങ്ങളും ഒന്നും നടപ്പാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒപ്പിടുമ്പോൾ കേന്ദ്രം ഭരിച്ചത് നരേന്ദ്രമോദി, അമിത്ഷായുമാണ്. അന്ന് ഇവർക്ക് തോന്നിയില്ല കേന്ദ്രം ഭരിച്ചപ്പോൾ ഇത് ഒപ്പിട്ടാൽ അത് RSSന് കീഴടങ്ങലാകുമെന്ന്. ശ്രീ അരുൺകുമാറിൻ്റെ പാർട്ടിക്ക് തോന്നി, പക്ഷേ ശ്രീ അരുൺകുമാറിന് ഇപ്പോഴും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും അവരുടെ അവലോകന യോഗത്തിൽ കുറേ കുമ്പസാരം നടത്തിയല്ലോ. ഇന്ന് AN ഷംസീർ ഇന്നലെ മലപ്പുറത്തോ മിനിയാന്നോ പ്രസംഗിച്ചപ്പോൾ കുറേ കുമ്പസാരം നടത്തിയല്ലോ. അങ്ങനെ കുമ്പസാരിച്ച് പോകുന്ന ഒരു പാർട്ടിയേക്കാൾ എത്രയോ ഭേദമാണ് ഒരു തീരുമാനം വരുമ്പോൾ ശരിയെങ്കിൽ ശരി, തെറ്റെങ്കിൽ തിരുത്തുക. അത് അവിടെയാണ് കാണേണ്ടത്. പിന്നെ മറ്റൊരു വിഷയം നമുക്ക് കാണാം. ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ആദ്യത്തെ പഠനം. ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പദ്ധതിയിൽ സർക്കാർ പിന്മാറാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ശ്രീ ശ്രീകുമാർ, PK നവാസിന്റെ, അതായത് UDF-ന്റെ ഘടകകക്ഷിയായ ലീഗിന്റെ MLA-യുടെ പ്രതികരണം വന്നിരിക്കുന്നത് മുൻപ് LDF ഒപ്പുവെച്ച സമയത്തല്ല, അദ്ദേഹം MLA ആയതിനു ശേഷം ഉപസമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള പ്രതികരണമാണ്. ഈ ഉപസമിതി രൂപീകരിച്ചത് ഇതെങ്ങനെ നടപ്പിലാക്കാതിരിക്കാം എന്ന് പഠിക്കാനാണ് എന്നാണ് നിങ്ങൾ ലീഗുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അതനുസരിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായും ഒരു സഖ്യകക്ഷി നേതാവ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് അവരെയൊക്കെ നോക്കുകുത്തിയായി അവരടക്കം, ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ UDF യോഗത്തിലെടുത്ത തീരുമാനമായതുകൊണ്ട് ലീഗിന്റെ കൂടി തീരുമാനപ്രകാരം ഉണ്ടായതാണ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ സഖ്യകക്ഷികളുമായി മുൻപ് നടത്തിയ ആശയവിനിമയങ്ങൾ, നിങ്ങൾ LDF-നെതിരെ വിരൽ ചൂണ്ടിയ വിമർശനങ്ങൾ, നിങ്ങൾ അന്ന് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് LDF ഒപ്പുവെച്ചതിന് ശേഷം അവരോട് നടത്തിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടത്തിയ പ്രചാരണങ്ങൾ, ഒപ്പുവെച്ചതിന് ശേഷവും പിന്നോട്ട് പോകാം എന്ന് പറഞ്ഞു നടത്തിയ വാർത്താ സമ്മേളനങ്ങളെല്ലാം നിങ്ങൾ മറന്നിരിക്കുന്നു. അല്ല, മറന്നതല്ല ശ്രീമതി മാധു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നയപരമായി ഇപ്പോഴും എതിർപ്പാണ്. AICC-യിൽ ഒരു തീരുമാനം വരണമല്ലോ. ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞു, KC വേണുഗോപാൽ ചോദിച്ചു കേരളം BJP ആണോ ഭരിക്കുന്നത്, അങ്ങനെയാണോ അദ്ദേഹം ചോദിച്ചത്? അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് അത് വളച്ചൊടിച്ചത്. കേരളം BJP അല്ലല്ലോ കേരളം ഭരിക്കുന്നത്, ഇതൊക്കെ നടപ്പാക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വളച്ചൊടിക്കലാണ്, നടന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഒന്ന് പൂർത്തിയായിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. എനിക്കിതിൽ ഞാൻ ഒരു കോൺഗ്രസ് സഹയാത്രിക മാത്രമല്ല, അല്ലാണ്ട് അവരുടെ പാർട്ടിയുടെ നയം വിശദീകരിക്കേണ്ട ഒരാളല്ല. ഞാൻ കൃത്യമായിട്ട് ഗവൺമെൻറ്റിനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച്, ഇന്ന് കിട്ടിയ വിവരമനുസരിച്ച്, നിങ്ങൾ വൈകുന്നേരം എന്നെ ഈ വിഷയം മാറ്റിയപ്പോൾ പറഞ്ഞ വിവരമനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി, അത് പറഞ്ഞ പെട്ടെന്ന് തീർക്കാം. വിഴിഞ്ഞം പദ്ധതി കാര്യത്തിൽ CPM എന്താ
പറഞ്ഞ അഴിമതി VD സതീശന്റെ കാര്യത്തിലും അഴിമതി നടത്തി ഓഹരി കൈമാറ്റം ഗവൺമെന്റ് അഴിമതി നടത്തുന്നു. EP ജയരാജൻ എന്താ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞവർ അത് പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നില്ല. അത് ശ്രീമതി ടീച്ചറാണെങ്കിലും ശൈലജ ടീച്ചറാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ CPM പറഞ്ഞ് തന്നെ തള്ളിപ്പൊളഞ്ഞല്ലോ. അത് അവരുടെ രാഷ്ട്രീയം അതോടെ നിന്നോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ മറ്റൊരു വിഷയം എന്താ വെച്ചാൽ ഇവർ RSSന് കീഴടങ്ങി RSS ആണ് ഭരിക്കുന്നത്, അജണ്ട നടപ്പാക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ ഇന്നലത്തെ മിനിങ്ങാന്തത്തെ ദേശീയ കേന്ദ്ര കമ്മിറ്റിയുടെ കുമ്പസാരം എന്താണ്? യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന പമ്പാ സംഗമത്തിൽ വായിച്ച തെറ്റാണെന്നല്ലേ? അപ്പം അന്ന് ആലോചിച്ചില്ല ഇത് കുമ്പസാരം ഇങ്ങനെ നടത്തേണ്ടി വരുമെന്ന് ആലോചിച്ചില്ല. കാരണം എന്താ? വീണ്ടും ഭരിക്കുന്നവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ ആ കുമ്പസാരം അവിടെ നിൽക്കണം. മൂന്നാമത്തെ കാര്യം, ശ്രീമതി മാധു ഇപ്പോൾ കേൾപ്പിച്ച നവാസ് UDFിലെ തന്നെ കോൺഗ്രസിനും ലീഗിൻ്റെ യുവ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായം കാണും. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് വിപുലീകൃത യോഗത്തിന് ശേഷം എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. ഉപസമിതി രൂപീകരിച്ചത് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള മാർഗം എന്താ എന്ന് പരിശോധിക്കാനാണ് എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു UDFന്റെ തീരുമാനം എന്നതാണല്ലോ അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നിട്ട് ആ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാരണം എന്താണ്? അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് ശരിയാണ്. അത് PK നവാസ് പറഞ്ഞ ഈ ഉപസമിതി LDFന്റെ നയമോ BJPയുടെ നയമോ നടപ്പാക്കാൻ UDFന് ആഗ്രഹം ഉണ്ടാകില്ല. ആ തർക്കമില്ലാത്ത കാര്യമാണല്ലോ, യാതൊരു സംശയമില്ലല്ലോ. നിങ്ങൾക്കിടയിൽ തന്നെ തർക്കമുണ്ട്, എനിക്കിതിൽ തർക്കിക്കേണ്ട ആവശ്യവുമില്ല. അല്ല പറയാം. അല്ല മാധു, അതല്ല ശ്രീമതി മാധു, ഞാൻ പറഞ്ഞു കേൾക്കും. അതായത് ADGP വിഷയത്തിൽ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ നടപ്പാക്കി പറഞ്ഞുകൊണ്ടിരുന്നത്? അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു. അന്ന് VD സതീശൻ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കൂ, 2 ദിവസം ക്ഷമിക്കൂ. അത് കൃത്യമായിട്ട് മറുപടി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മറുപടി പറയും. അതായത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് പറ്റില്ല. കാരണം AICCക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ടാണ് എല്ലായിടത്തും ഭരിക്കുന്നതും. കോൺഗ്രസ് ഭരിക്കുമ്പോൾ PMC നടപ്പാക്കിയാലും ഇല്ലെങ്കിലൊക്കെ ഉള്ളത്. കേരളത്തിലെ കോൺഗ്രസ് പിന്നെ നവാസിന്റെ AICCയുടെ നിലപാട് എന്താ വെച്ചാൽ PMC പദ്ധതി നടപ്പാക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് പദ്ധതി. നടപ്പാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ. അതായത് മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഇവരൊക്കെ തന്നെ മുമ്പ് പറഞ്ഞാണല്ലോ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കിയപ്പോൾ അവരെടുത്ത ചില നയങ്ങളും സമീപനവും ഉണ്ട് ഈ പാഠ്യപദ്ധതിയെക്കുറിച്ച്. പ്രധാനപ്പെട്ട കാര്യം എന്താ? സാമ്പത്തിക ഇടപാട് മാത്രമല്ല, അതായത് നയപരമായ കാര്യമാണ്, രാഷ്ട്രീയമായ ഒരു അജണ്ടയുണ്ട് ഇതിൽ. ആ അജണ്ട UDF അംഗീകരിക്കുന്നോ? അവിടെയാണ് വിഷയം. ആ അജണ്ട PMC പദ്ധതി പിണറായി വിജയൻ ഒപ്പിട്ടത് RSSന്റെ അജണ്ട അംഗീകരിക്കുന്ന അടിയിൽ ഒപ്പിട്ട് കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ അത് അക്കാഡമിക് അല്ല. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷെ KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാം. AICC ജനറൽ സെക്രട്ടറി alleges that CPM is deviating from its professed principle by supporting the PM3 scheme. KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് സാർ. അല്ലല്ല, അത് ഞാൻ പറഞ്ഞ ശ്രീമതി മാധു, ഞാൻ ആദ്യം പറഞ്ഞത് മാധു മറക്കരുത്. അതായത് നയപരമായ കാര്യത്തിൽ ഇതിനെതിരാണ്. അല്ല, പിണറായി വിജയൻ ഒപ്പുവെച്ചത് ആ തീരുമാനപ്രകാരമാണെന്ന് അങ്ങ് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങ് പറയില്ലായിരിക്കും, പക്ഷേ KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല KC വേണുഗോപാൽ അതിനുശേഷവും പറഞ്ഞിട്ടുണ്ട്. നാളെയും അദ്ദേഹം കേരളത്തിൽ വരുമല്ലോ. അതായത് ഇതൊന്നും ഒളിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ ശ്രീമതി മാധു? ഇതൊക്കെ എങ്ങനെയാ നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റും? തുറന്നു പറഞ്ഞല്ലോ, UDF യോഗം ചേർന്ന് തുറന്നു പറഞ്ഞു, ഞങ്ങൾ ഇത് നടപ്പിലാക്കാൻ പോവുകയാണ്. ആയിട്ടില്ല. അങ്ങനല്ല പ്ലീസ് അങ്ങനല്ല. അതായത് UDFന്റെ PMC പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഇന്നത്തെ UDFന്റെ നിലപാടാണ് മറ്റേ അടൂർ പ്രകാശ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞത്. അതിനുശേഷം അടുത്ത വിപുലീകരണ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു നയരൂപീകരണം കൃത്യമായി ഉണ്ടാവുകയും സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യും. തുടർന്നുള്ള മന്ത്രിസഭാ യോഗം നിസ്സാരമല്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കോൺഗ്രസ് UDFന്റെ മന്ത്രിസഭാ യോഗം എന്ന് പറഞ്ഞാൽ UDFന്റെ മന്ത്രിസഭാ യോഗമാണ്, അല്ലാണ്ട് CPMന്റെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷി തീരുമാനിക്കുന്നതല്ല. മന്ത്രിമാർ അറിയാത്ത വിഷയമാണല്ലോ PMC പദ്ധതി നടപ്പാക്കിയത്. CPI അറിഞ്ഞില്ലെന്ന് അവർ കൃത്യമായി പറഞ്ഞില്ലേ? ഘടകകക്ഷികൾ ആരും അറിയാതാണല്ലോ ഒപ്പിട്ടത്. അതൊന്നും സംഭവിക്കില്ല UDFല്. ശ്രീ അരുൺകുമാർ ഇതൊക്കെ പറയുമ്പോൾ 2 മാസം മുമ്പ് തീരുമാനമാണ്. ഇല്ലാത്ത ആരോപണത്തിന് ഇവിടെ അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഘടകകക്ഷികൾ അറിഞ്ഞില്ല എന്നൊരു ആരോപണം ഈ കാര്യത്തിൽ UDFന് ഒരിക്കലും കേൾക്കേണ്ടി വരില്ല. കാരണം UDF യോഗത്തിലത്തെ തീരുമാനമാണ് എന്നതുകൊണ്ട്
യു ഡി എഫ് അല്ല, യോഗത്തിലല്ലേ? നോക്കൂ ശ്രീമതി മാധു, ഞാൻ പറഞ്ഞ അതല്ല പ്ലീസ്. ഞാൻ പറഞ്ഞ യു ഡി എഫിന്റെ ഘടകകക്ഷികളുടെ കാര്യമല്ല, എൽ ഡി എഫ് ഘടകകക്ഷികളുടെ കാര്യമാണ്. എൽ ഡി എഫിന് അതായത് അങ്ങനെ വലിയ PMC പദ്ധതി തെറ്റുണ്ടായി എന്ന് നിങ്ങൾ ഉൾപ്പെടുന്ന വിമർശിച്ചു. മന്ത്രിസഭ എന്നിട്ട് നിങ്ങൾ അറിയാതെ, വരുമ്പോൾ അറിയാതെ നിങ്ങൾ പൂർണ്ണമായി ഇപ്പൊ എൽ ഡി എഫ് ആ തീരുമാനം എടുത്തപ്പോൾ എതിർക്കാൻ ഒരു CPI എങ്കിലും ഉണ്ടായിരുന്നു. യു ഡി എഫ് ആ തീരുമാനം എടുക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ്. മാത്രമല്ല ഈ പറയുന്ന കരിക്കുലവുമായി ബന്ധപ്പെട്ടോ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ എന്തോ അല്ല, ചെയ്തു UDF കളയുമെന്ന് അല്ലേ? പറഞ്ഞതിൽ കേന്ദ്രത്തിൽ നിന്ന് യാതൊരു ഉറപ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി അങ്ങനെ ഒരു ഉറപ്പിന്റെ ആവശ്യമില്ല. കാരണം MOU-വിൽ തന്നെ പറയുന്നത് സ്റ്റേറ്റ് ഫ്ലേവേഴ്സ് അനുസരിച്ച് കരിക്കുലം തീരുമാനിക്കാമെന്നുള്ളത്. അതുകൊണ്ട് അതിന്റെയും ആവശ്യമില്ല. അതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടലായിരുന്നു. നോക്കൂ ശ്രീമതി മാധു, ഏകപക്ഷീയമായിട്ടല്ല പോയത്. യു ഡി എഫ് തീരുമാനിക്കുക വെച്ചാൽ ഏകപക്ഷീയമല്ല. അത് ഏകപക്ഷീയമല്ല എന്നാണ് സർ ഞാനും പറഞ്ഞത്. അത് അപ്പുറത്ത് നടക്കാത്തതാണ് അവരുടെ ഏകപക്ഷീയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, അതായത് LDF ഏകപക്ഷീയം. നോക്കൂ ശ്രീമതി മാധു, ഞാൻ പറയട്ടെ, LDF ഏകപക്ഷീയമായി നടപ്പാക്കിയത് കൊണ്ടാണ് അവർക്കിത് വലിയ പ്രശ്നമായി മാറിയത്. നേരെ മറിച്ച് LDF അന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ വിഷയം നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നില്ല. കോൺഗ്രസിന് എതിർപ്പില്ലായിരുന്നോ? പറഞ്ഞത് ഇത് CPI അറിയിക്കാത്ത വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിന് അല്ല, അത് കോൺഗ്രസിന് എതിർപ്പുണ്ട്, നയപരമായ എതിർപ്പുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പൊ കോൺഗ്രസിനെ UDF വിമർശിക്കാം, പക്ഷെ നിങ്ങൾ കാത്തിരിക്കൂ. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന മന്ത്രിസഭാ യോഗം വരെ കാത്തിരിക്കുക. അതിന് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം വരെ കാത്തിരിക്കുക. മുഖ്യമന്ത്രി ഒളിച്ചോടുന്ന മുഖ്യമന്ത്രി അല്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. ഞാനത് ആവർത്തിച്ച് പറയാത്ത, ഞാൻ വേറൊരാളെ പരിഹസിക്കാമെന്ന് ഒരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടി നിങ്ങൾ നാളെയോ മറ്റന്നാളോ എപ്പോഴാണോ അദ്ദേഹത്തെ, എന്തായാലും അടുത്ത ബുധനാഴ്ച എന്തായാലും കാണാം, ഓണത്തിന് മുമ്പ് മന്ത്രിസഭാ യോഗം ചേരുകയാണെങ്കിൽ. ശരി. ഡിബേറ്റ് വിത്ത് മാധു സജി.